വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. നീറ്റ്, അയോധ്യ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം തടസ്സപ്പെട്ടു. സമ്മേളനം തടസ്സങ്ങളില്ലാതെ പോകാൻ എംപിമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ये मानसून सत्र आरंभ हो रहा है और संसद का स्पिरिट उस स्पीड में नई ऊर्जा भर सकता है. सकारात्मक स्पिरिट राष्ट्र के लक्ष्यों को प्राप्त करने के लिए बहुत आवश्यक होता है. हमारे सदन में बहुत अनुभवी सांसद भी है, दल उनका कोई भी हो, उनके पास एक लंबा अनुभव है. ऐसे समय में उनके अनुभव की, उनके ज्ञान की संसद को भी जरूरत है, देश को भी जरूरत है. CJP പ്രതിഷേധം കണക്കിലെടുത്ത് പാർലമെന്റിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. കൂടുതൽ സായുധ സേനയെ വിന്യസിച്ചു. മേഖലയിൽ ഇന്റർനെറ്റ് നിരോധനവുമുണ്ട്. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, നീറ്റ് വിഷയം, അയോധ്യ വിഷയം, CJP പ്രതിഷേധം, വിഷയങ്ങളേറെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന്. മധു, തീർച്ചയായും വലിയ പ്രതിഷേധമാണ് പാർലമെന്റിന് ചുറ്റും നടക്കുന്നത്. പാർലമെന്റിനകത്തും തുടരുന്നത്. ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ നീറ്റ് പരീക്ഷാ തട്ടിപ്പും ഒപ്പം തന്നെ അയോധ്യയിലെ സംഭാവന തട്ടിപ്പും ഒക്കെ തന്നെ ഉന്നയിച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വിഷയം ഉന്നയിച്ചു. യുവാക്കളെ തെരുവിൽ ദില്ലി പോലീസ് കൈകാര്യം ചെയ്യുകയാണ്. ഇത് ഗുരുതരമായ സാഹചര്യമാണ്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം ഉള്ള സാഹചര്യത്തിൽ പാർലമെന്റ് പരിസരത്ത് അസാധാരണ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഗേറ്റുകൾ ഇതിനകം തന്നെ അടച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പാർലമെന്റിനകത്ത് സായുധ സേനയെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുകയാണ്. ഇന്റർനെറ്റ് നിയന്ത്രണം പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ യുവാക്കളുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാനുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അസാധാരണ സുരക്ഷ എന്ന് തന്നെ പറയാം. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.